ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. നമ്മളിന്ന് പോകുന്നത് ഗോൾഡൻ ടെമ്പിളിലൂടെയാണ്. അതായത് കൂർഗിലുള്ള ടിബറ്റൻസിൻ്റെ ഒരു മൊണാസ്ട്രിയാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഗൈസ് അങ്ങോട്ടേക്ക് പോകുന്നതിനുള്ള കാഴ്ചകൾ കാണാം. ഈ ഏരിയയിൽ കൂടുതൽ കാണുന്ന ടിബറ്റൻ ഹോട്ടലിൻ്റെ പേര് ഹോട്ടൽ ടിബറ്റ് എന്നാണ്. ടിബറ്റ് ആൾക്കാർ ഒരുപാട് വരാറുണ്ട്. ഇതൊക്കെ എന്തോ ടിബറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അല്ല, ഇത് വീടാണോ എന്താണെന്നറിയില്ല. ഇതൊക്കെ ടിബറ്റൻസിൻ്റെ വീടാണ്. ഈ ഫ്ലാഗ് പോലത്തെ കാണുന്നതൊക്കെ ടിബറ്റൻസിൻ്റെ വീടാണ്. ടിബറ്റൻ സ്കൂളാണ്. ടിബറ്റൻസിൻ്റെ ഒരു ഏരിയയാണ്. അതായത് ടിബറ്റിലോട്ട് എത്തിയ പോലെ ഒരു ഫീലാണ്. അവിടുത്തെ ഫുൾ ആൾക്കാരൊക്കെ അവരുടെ ഇത് നമ്മളെ യോധയിലെ ആൾക്കാർ അക്കസുട്ടുണ്ട്. സെവൻ ബ്രദേഴ്സ് ബാങ്ക്. ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് നമ്മളുടെ കോമ്പൗണ്ടിനകത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. അവരുടെ ഗേറ്റ് നമ്മളുടെ ഗേറ്റ് നമ്മളിപ്പോൾ കടന്നു വന്നു. അവിടെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, എന്താ പറയുക, അവരുടെ വീഡിയോ എടുത്തില്ല. അപ്പോൾ ആ കാണുന്നതാണ് മെയിൻ ഗേറ്റ്. അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് അകത്തോട്ട് കയറി വന്നു. അതിങ്ങനെ കടകളൊക്കെ ഒരുപാടുണ്ട്. ഇതിൽ എന്താണ് ടിബറ്റൻ പ്രൊഡക്റ്റും അവരുടെ കരകൗശല വസ്തുക്കൾ എന്നൊക്കെ പറയില്ല, അവരുടെ സംഭവങ്ങളൊക്കെ ഒരുപാടുണ്ട്. പിന്നെ ഇവർ സെല് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ചെറിയ റെസ്റ്റോറൻറ്റ്, കഫേ, അങ്ങനെയുള്ള സംഭവങ്ങളും ഉണ്ട് ഇതിനകത്ത്. ഓക്കെ, അപ്പോൾ നമുക്ക് മെയിൻ ഗേറ്റ് വരുന്നത് ആ ഭാഗത്തായിട്ടാണ് വരുന്നത്. നമുക്ക് അങ്ങോട്ടേക്കാണ് പോകേണ്ടത് ഇപ്പോൾ. ഓക്കെ, മെയിൻ ഗേറ്റ് എന്ന് പറയുമ്പോൾ കോമ്പൗണ്ടിലോട്ടുള്ള എൻട്രൻസ് ആണ് ഈ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് അതായത് ടെമ്പിളിലോട്ടുള്ള മെയിൻ എൻട്രൻസ് ആ ഭാഗത്താണ് വരുന്നത്. ഓക്കെ, അപ്പോൾ കോമ്പൗണ്ടിലോട്ടുള്ള എൻട്രൻസ് നമ്മളിപ്പോൾ കടന്നു വന്നു. അവിടുന്ന് വീഡിയോ എടുക്കാൻ അത്ര പറ്റിയില്ല. അതാ ഈ കാണുന്നതാണ് കോമ്പൗണ്ടിലോട്ടുള്ള എൻട്രൻസ് റോഡത്ത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ എന്തായാലും എന്താ പറയുക, മൊണാസ്ട്രിയുടെ ഭാഗത്തോട്ടുള്ള മെയിൻ ഗേറ്റ് അഥവാ ടെമ്പിളിലോട്ടുള്ള മെയിൻ ഗേറ്റിന്റെ ഭാഗത്തോട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ നേരെ പോകുമ്പോൾ ആദ്യം നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ് നംദ്രോളിംഗ് മൊണാസ്ട്രി. അങ്ങനെ എന്താണ് അതിൻ്റെ പേര്, എനിക്ക് കാര്യമായിട്ട് ഞാനിതിനെക്കുറിച്ച് നോക്കിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ആദ്യമായിട്ട് കാണുന്നത് ഈ ഒരു ടെമ്പിൾ. അതിനകത്ത് ഒരു 3-4 ടെമ്പിളൊക്കെ ഉണ്ട് ഇതിനകത്ത്. അതിലിപ്പോൾ നമ്മൾ ആദ്യം കാണുന്ന ഈ സംഭവമാണ്. ഇതാണ് നംദ്രോളിംഗ് മൊണാസ്ട്രി എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഇവിടുന്ന് ലെഫ്റ്റിലോട്ട് പോകുമ്പോഴാണ് നമുക്ക് ഗോൾഡൻ ടെമ്പിൾ കിട്ടുന്നത്. പിന്നെ അതിൻ്റെ ഇപ്പുറത്ത് വേറൊരു മൊണാസ്ട്രി കൂടി ഉണ്ട്. അപ്പോൾ അങ്ങനെ 3-4 മൊണാസ്ട്രികൾ ഇതിനകത്തുണ്ടെന്നാണ് പറയാൻ പറ്റിയത്. നമ്മളിപ്പോൾ മെയിനായിട്ടും ഫോക്കസ് ചെയ്യുന്നത് ഗോൾഡൻ ടെമ്പിളോട്ട് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഗോൾഡൻ ടെമ്പിളോട്ടാണ് ഇപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത്.
അപ്പോൾ ഈ കാണുന്നതാണ് ഗോൾഡൻ ടെമ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിനകത്തുള്ള ഒരു 3 സ്റ്റാച്ചു ആണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഗായ്സ്, ഇത് നമ്മൾ ഗോൾഡൻ ടെമ്പിളോട് നടക്കുന്ന വഴി ഇപ്പുറത്ത് കുറച്ച് ആൾക്കാർ നിൽക്കണമുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് നോക്കാൻ വേണ്ടി വന്നതാ. അപ്പോൾ നോക്കുമ്പോൾ സംഭവം എന്ന് വെച്ചാൽ മിനിയേച്ചറുകളാണ്. അതായത് എനിക്കൊന്ന് ഇവരുടെ ടിബറ്റിൽ അവരുടെ അന്നത്തെ അവരിത് ചെയ്തു വെച്ചാണെന്ന് തോന്നുന്നു. എന്താണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. പക്ഷെ എന്നാലും ഇത് മിനിയേച്ചറുകളാണ് മൊത്തത്തിൽ. ഒരു ടിബറ്റൻ സംസ്കാരത്തിൻ്റെ തന്നെ അവരുടെ ഒരു വീടുകളുടെയും മൊണാസ്ട്രികളുടെയൊക്കെ ആ ഒരു മിനിയേച്ചറുകളാണ് എല്ലാം കാണുന്നുള്ളത്. അപ്പോൾ നമ്മൾ വീണ്ടും ഗോൾഡൻ ടെമ്പിളിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് വന്നിരിക്കുകയാണ്. നമുക്ക് എന്തായാലും ഗോൾഡൻ ടെമ്പിൾ കാണാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ആ ഒരു 3 പ്രതിമകളാണ് ഈ ഗോൾഡൻ ടെമ്പിളിൻ്റെ എന്താ പറയുക ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ. 3 പൂർണ്ണമായി സ്വർണ്ണത്തിൽ നിർമ്മിച്ച 3 സ്വർണ്ണ പ്രതിമകളാണ്. അമിറ്റായുസ് പത്മസംഭവ എന്ന് പറയുന്ന 2 പ്രതിമകളും അതിൻ്റെ കൂടെ നടുവിൽ ബുദ്ധൻ്റെ പ്രതിമയുമാണ് ഇതിനകത്തുള്ളത്. നമുക്കെന്തായാലും ആ പ്രതിമകൾ ഒന്നുകൂടി അകത്തു കയറി കണ്ടു നോക്കാം ഒന്നുകൂടി അടുത്തായിട്ട്.